ഇപ്പോൾ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് വൻ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു. രാത്രി 11:30 മണി വരെ 0.5 മുതൽ 1.3 മീറ്റർ വരെ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദ് ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്. എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? ഗുഡ് മോർണിംഗ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നത്. അതിലൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ താപനിലയാണ്. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ കർശനമായ ജാഗ്രത പാലിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കർശനമായി അനുസരിക്കണം എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള തീരവുമായി ബന്ധപ്പെട്ടും തെക്കൻ തമിഴ്നാട് തീരവുമായി ബന്ധപ്പെട്ടുമാണ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ 0.5 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കടലാക്രമണത്തിന് പല മേഖലയിലും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം മത്സ്യബന്ധന യാനങ്ങളുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തണം. ഒപ്പം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.